അങ്ങനെ സായി കൃഷ്ണയുടെ അച്ഛൻ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ്. വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരു അച്ഛനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ പറയുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളോ നാട്ടിലെ കാര്യങ്ങളോ ഒന്നിനെ പറ്റിയും നീ ഇപ്പോൾ ചിന്തിക്കണ്ട, ആ കളി നന്നായി കളിക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഏത് സമയം നിൻ്റെ മുഖത്തൊരു വിഷമമാണ്, അതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. വീട്ടിലെല്ലാവരും നിന്നെ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അമ്മയ്ക്ക് കൂടെ വരണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ സാഹചര്യങ്ങൾ അതിന് അനുകൂലമായിരുന്നില്ല. എന്തുണ്ടെങ്കിലും നമുക്ക് പുറത്ത് വന്നിട്ട് സംസാരിക്കാം. നീ ഇപ്പോൾ ഒന്നിനെ പറ്റിയിട്ടും ടെൻഷൻ അടിക്കരുത്. മലപ്പുറത്തേക്ക് തന്നെ കപ്പ് കൊണ്ടുവരണം എന്ന് സായിയുടെ അച്ഛൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. സായി കൃഷ്ണയ്ക്ക് വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പൊറോട്ട കഴിക്കുമ്പോൾ അച്ഛൻ കൈയും അടിച്ചു, അങ്ങനെ എന്തോ. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു, അതിനു മുമ്പ് 2-3 മണിക്കൂർ സംസാരിച്ചു. അപ്പോഴും അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അച്ഛന് ഓർമ്മയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും പിണക്കങ്ങളൊക്കെ മറന്ന് സായി കൃഷ്ണയ്ക്ക് ഒരുമിക്കാൻ പറ്റിയിട്ടുള്ള, സായി കൃഷ്ണയുടെ ഫാമിലിയായിട്ട് ഒരുമിക്കാനായിട്ട് ബിഗ് ബോസ് ഒരു വേദിയായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. സായി കൃഷ്ണയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവിടെ ഓരോരുത്തരുടെയും പാരൻസൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തും സന്തോഷമല്ലേ, അതുപോലെ തന്നെയാണ് എനിക്കും എൻ്റെ മോൻ വിജയിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നീയും നല്ല സന്തോഷമായിരിക്കും ഞങ്ങളെ കാണുമ്പോഴൊക്കെ, അങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. നല്ലൊരു അച്ഛനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് വളരെയധികം മെച്യൂരിറ്റി ഉള്ള, ജീവിതത്തെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടൊക്കെയുള്ള നല്ലൊരു അച്ഛനായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു.